പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ S2 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ സെക്കൻഡ് സെമസ്റ്ററിൽ പഠിക്കാനുള്ള പേപ്പറാണ് മാനുഫാക്ചറിങ് ടെക്നോളജി എന്ന് പറയുന്നത്. ആ പേപ്പറിലെ 4ാമത്തെ മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് വരുന്ന ടോപ്പിക്ക് ഫോർജിങ് ആണ്. ഫോർജിങ്ങും അതുപോലെ തന്നെ പ്രസ് വർക്കിംഗ് ഓപ്പറേഷൻസാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പ്രധാനമായിട്ടും പഠിക്കാനുണ്ടായിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ വിശകലനം ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏകദേശം ഒരു 21 മാർക്കുകളാണ് 4ാമത്തെ മൊഡ്യൂളിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസായി ചോദിച്ചുള്ളത്. മാക്സിമം ഒരു 21 മാർക്കുകളാണ് ചോദിച്ചുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സിലബസ് 4ാമത്തെ മൊഡ്യൂളിലെ സിലബസ് ആയിരിക്കും ഇവിടെ കാണുന്നുണ്ടായിരിക്കാം. എനിക്ക് തോന്നുന്നു ഏറ്റവും എളുപ്പമുള്ളൊരു മൊഡ്യൂളാണ് നമ്മുടെ ഈ 4ാമത്തെ മൊഡ്യൂൾ. നമ്മുടെ സിലബസ് നോക്കുന്ന സമയത്ത് 1, 2, 3, 4 നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ നമുക്കറിയാം കാസ്റ്റിങ്ങും അതുപോലെ തന്നെ പാറ്റേൺ മേക്കിങ്ങും പിന്നെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് അതൊക്കെയാണ് വരുന്നുണ്ടായിരിക്കുക. രണ്ടാമത്തെ മൊഡ്യൂൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന കുറച്ച് ടൈപ്സ് ഓഫ് മോൾഡിംഗ് പ്രോസസ്സുകൾ, മോൾഡിംഗ് മെഷീൻസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. പിന്നെ തേർഡ് മൊഡ്യൂൾ പൂർണ്ണമായിട്ടും വെൽഡിംഗ് എന്ന് പറയുന്ന ഒരു ജോയിനിങ് പ്രോസസ്സിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ താരതമ്യേന ശരിക്കും 3ാമത്തെ മൊഡ്യൂൾ കുറച്ച് അധികം കണ്ടൻസ് പഠിക്കാനുണ്ട്. എനിക്ക് തോന്നുന്നു തമ്മിൽ നോക്കുമ്പോൾ കുറച്ച് 3ാമത്തെ മൊഡ്യൂളായിരിക്കും കുറച്ച് ടഫായിട്ടുള്ളൊരു മൊഡ്യൂളായിട്ട് വരിക. എന്നാൽ ആ 4 മൊഡ്യൂളിൽ ഏറ്റവും എളുപ്പമുള്ള ടോപ്പിക്ക് വരുന്നത് നമുക്ക് ഈ ഒരു 4ാമത്തെ മൊഡ്യൂളാണ്. അതിൽ 2 പാർട്ടായിട്ടാണ് ശരിക്കും ആ ഒരു മൊഡ്യൂളിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഒന്ന് ഫോർജിങ് പ്രോസസ്സുകളും രണ്ടാമത്തെ പ്രസ് വർക്കിംഗ് പ്രോസസ്സുകളും. നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ചിലപ്പോൾ നമ്മൾ കണ്ടു ചെയ്യിച്ചിട്ടുള്ള പല പ്രോസസ്സുകളൊക്കെ നമ്മുടെ പ്രത്യേകിച്ച് നമുക്ക് ഒരു ടോപ്പിക്കിൽ വലിയ മൊഡ്യൂൾ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും 2022 അതുപോലെ 2023 അതുപോലെ 2024 3 ക്വസ്റ്റ്യൻ പേപ്പറിലെ 1 മാർക്കിൻ്റെയും അതുപോലെ തന്നെ 3 മാർക്കിൻ്റെയും അതുപോലെ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 1 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്, അപ്പോൾ 2 മാർക്കായി. 3 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻ ഉണ്ട്, 12 മാർക്കായി. പിന്നെ 7 മാർക്കിൻ്റെ 1 ക്വസ്റ്റ്യൻ. അപ്പോൾ 12, 7, 19, 19, 2, 21. നേരത്തെ പറഞ്ഞ പോലെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഇപ്പോൾ 21 മാർക്കിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഇവിടെയും 2 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്, 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യനേ ഉള്ളൂ. അപ്പോൾ അവിടെ 6 മാർക്ക് വരുള്ളൂ. 7 മാർക്കിൻ്റെ 1 ക്വസ്റ്റ്യൻ. ഇവിടെ ശരിക്കും താരതമ്യേന കുറവാണ്. 7, 6, 13, 13, 2, 15. ഇവിടെ 15 മാർക്കേ എന്ത് ചെയ്യുന്നുള്ളൂ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 4th മൊഡ്യൂളിലെ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ളൂ. ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ 2 മാർക്കിൻ്റെ അല്ലെങ്കിൽ 1 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2 മാർക്കായി. 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 6 മാർക്ക്. സെയിം 7 മാർക്കിന് 1 ക്വസ്റ്റ്യൻ ഉണ്ട്, 7 മാർക്ക്. ഇതിൽ നിന്നും 15 മാർക്കാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മാക്സിമം 21 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, മിനിമം 15 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർജിങ് പ്രോസസ്സാണ്. അപ്പോൾ എന്താണ് ഫോർജിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം, ശരിക്കും നമ്മൾ ഈ ഹാമർ ഉണ്ടല്ലോ, നമ്മൾ ഹാമർ ഉപയോഗിച്ച് ഒരു ഫോഴ്സ് ഉപയോഗിച്ച് നമ്മൾ മെറ്റീരിയലിൻ്റെ മേലെ അല്ലെങ്കിൽ മെറ്റലിൻ്റെ മേലെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ഡിഫോർമേഷൻ സംഭവിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു ഡിഫോർമേഷൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പുകൾ മാറ്റുക, അതിന് അല്ലെങ്കിൽ ഒരു കട്ടിങ് ഓപ്പറേഷൻ കൊടുക്കുക, അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള പ്രോസസ്സിനാണ് നമ്മൾ ഫോർജിങ് ഓപ്പറേഷൻ എന്ന് പറയാം. അതിൽ ഡെഫിനിഷൻ നോക്കാം. ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് എ മെറ്റൽ വർക്കിംഗ് പ്രോസസ് ബൈ വിച്ച് മെറ്റൽസ് ആൻഡ് അലോയ്സ് ആർ plastically deformed to the desired shape by the application of compressive force. ഒരു കംപ്രസീവ് ഫോഴ്സ്. ഇപ്പോൾ കംപ്രസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം. ഒരു ഹാമർ കൊണ്ട് എന്ത് ചെയ്യാണ്, നമ്മൾ അതിൻ്റെ മേലേക്ക് ഹാമർ ഉപയോഗിച്ച് നമ്മൾ സ്ട്രൈക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഒരു പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സംഭവിപ്പിക്കുക. അപ്പോൾ അങ്ങനെ മെറ്റൽസിലും അലോയ്സിലും ചെയ്യുന്ന ആ ഒരു മെറ്റൽ വർക്കിംഗ് പ്രോസസ്സിനാണ് നമ്മൾ കോമൺ ആയിട്ട് ഫോർജിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഫോർജിങ്ങിൻ്റെ ഡെഫിനിഷൻ വേണമെങ്കിൽ നമുക്ക് 1 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, എന്താണ് ഫോർജിങ് എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു, നമ്മൾ ഹാമർ ഉപയോഗിച്ച് ഫോർജ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹാമർ നമ്മളൊരു മാനുവലായിട്ട് ഹാൻഡ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാണ്ട് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ മെഷീൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിനെ മെഷീൻ ഫോർജിങ് എന്ന് വിളിക്കാൻ പറ്റും. അത് പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് നോക്കാം. മെഷീൻ ഫോർജിങ് ഈസ് എംപ്ലോയ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് മീഡിയം ആൻഡ് ലാർജ് സൈസ്ഡ് ഫോർജിങ്സ്. ഹീറ്റിംഗ് ഓഫ് ദ വർക്ക് ഈസ് യൂഷ്വലി ഡൺ ഇൻ ക്ലോസ്ഡ് ഫർണസസ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, ഫോർജിങ്ങിൽ നമ്മൾ ആ ഡിഫോർമേഷൻ കൊടുക്കാൻ പോകുന്ന മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യും, ചൂടാക്കും. സാധാരണ ഏറ്റവും ഈസി ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് സ്മിത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, നമ്മൾ സാധാരണ കണ്ടില്ലേ, നമ്മൾ
ചുട്ട് പഴുപ്പിക്കുക എന്ന് പറയാറുണ്ട്. അതുപോലെ നമ്മൾ ചുട്ട് പഴുപ്പിച്ചതിന് ശേഷം അല്ലെങ്കിൽ ചൂടാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ മേലെ നമ്മൾ ഹാമർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മെഷീൻ ഉപയോഗിച്ച് എന്ത് ചെയ്യാം, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ്, ഒരു എക്സ്റ്റേണൽ കംപ്രസീവ് ഫോഴ്സ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഷേപ്പിൽ മാറ്റം വരുത്തുക. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നമ്മൾ കോമൺ ആയിട്ട് ഫോർജിങ് എന്ന് പറയുന്നുണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ 2 പോയിന്റ് പറഞ്ഞു. മൂന്നാമത്തെ പോയിന്റ് നോക്കുക, ഹാൻഡ് ഫോർജിങ് അല്ലെങ്കിൽ സ്മിത്തി ഓപ്പറേഷൻസ്. ഞാൻ പറഞ്ഞ ഈ സംഭവമാണ് സ്മിത്തി ഓപ്പറേഷൻസ്, അല്ലെങ്കിൽ നമ്മൾ ബ്ലാക്ക് സ്മിത്തിൻ്റെ വർക്കാണ് ഉദ്ദേശിക്കുന്നത്. ഹാൻഡ് ഫോർജിങ് അല്ലെങ്കിൽ സ്മിത്തി ഓപ്പറേഷൻസ് ഇൻവോൾവ്സ് ദ ഷേപ്പിംഗ് ഓഫ് മെറ്റൽ വിത്ത് ഹാൻഡ് ടൂൾസ്. അപ്പോൾ അവിടെ മെറ്റൽ നമ്മൾ ഷേപ്പ് ചെയ്യുന്നതാണ് ഹാൻഡ് ടൂൾസ് ഉപയോഗിച്ചാണ് അവിടെ ഷേപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക. ബൈ ഹീറ്റിംഗ് ദം ഇൻ ആൻഡ് ഓപ്പൺ ഫയർ ഓർ ഹെർത്ത്. അപ്പോൾ അത് ഹീറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഒരു ഓപ്പൺ ഫയറിലോ അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഹെർത്തിലോ വെച്ചാണ് എന്ത് ചെയ്യുക, ആ ഒരു മെറ്റൽ നമ്മളിവിടെ ഹീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ദ പ്ലേസ് വേർ ദിസ് ടൈപ്പ് ഓഫ് വർക്ക് ഈസ് ഡൺ ഈസ് കോൾഡ് സ്മിത്ത് ഷോപ്പ്, അല്ലേ. അങ്ങനെയുള്ള വർക്കുകൾ, ഒരു ഹാൻഡ് ഫോർജിങ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന വർക്കുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തിന് നമ്മൾ എന്ത് പറയുന്നത്, സ്മിത്ത് ഷോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ അടുത്ത പോയിന്റ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മൾ സാധാരണ ഫോർജ് ചെയ്യുന്ന എവിടെയാണ് നമ്മൾ അതിൻ്റെ എക്സാമ്പിൾസ് വരുന്നത് വെച്ചാൽ, അപ്ലിക്കേഷൻ വരുന്നത് വെച്ചാൽ, ടിപ്പിക്കലി ഫോർജ് പ്രൊഡക്ട്സ് ആർ ക്രാങ്ക് ഷാഫ്റ്റ്. നമ്മൾ ഓട്ടോമൊബൈൽസിൽ ഉപയോഗിക്കുന്ന ഐസി എഞ്ചിനിൽ ഉപയോഗിക്കുന്ന ക്രാങ്ക് ഷാഫ്റ്റ്, പിന്നെ ഐസി എഞ്ചിനിൽ ഉപയോഗിക്കുന്ന കണക്റ്റിംഗ് റോഡ്, ബോൾട്ട് ഹെഡ്, അതുപോലെ ബോൾട്ടുകൾ, റിവറ്റ്, ഇതൊക്കെ നമ്മൾ സാധാരണയായിട്ട് ഫോർജിങ് പ്രോസസ്സ് ഉപയോഗിച്ചായിരിക്കും ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ വേണമെങ്കിൽ എക്സാമ്പിൾസ് ഒന്ന് പഠിച്ചു വെക്കുക. ചിലപ്പോൾ ഒരു മാർക്കിനെ ചോദിക്കാം ഏതൊക്കെയാണ് ഫോർജിങ്ങിൻ്റെ അപ്ലിക്കേഷനായിട്ട് വരുന്നത്, നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ നമ്മൾ ഫോർജിങ് എന്താണെന്ന് മനസ്സിലാക്കി, അതുപോലെ മെഷീൻ ഫോർജിങ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക, ഹാൻഡ് ഫോർജിങ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഫോർജിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് ഇത്രയും വരുന്ന ഡെഫിനിഷൻ, ഫോർജിങ് മേ ബി ഡിഫൈൻഡ് ആസ് എ മെറ്റൽ വർക്കിംഗ് പ്രോസസ് ബൈ വിച്ച് മെറ്റൽസ് ആൻഡ് അലോയ്സ് ആർ പ്ലാസ്റ്റിക്കലി ഡിഫോംഡ് ടു ദ ഡിസൈഡ് ഷേപ്പ് ബൈ ദ അപ്ലിക്കേഷൻ ഓഫ് എ കംപ്രസീവ് ഫോഴ്സ്. ഓക്കെ, ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. അതായത് റാപ്പിഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് കമ്പോണൻസ്. നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഒരു കമ്പോണൻ്റ് അതേ ഷേപ്പിലുള്ള കമ്പോണൻസ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിലധികം കമ്പോണൻസ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഫോർജിങ് ഇംപ്രൂവ്സ് ഗ്രെയിൻ സ്ട്രക്ചർ ഓഫ് മെറ്റൽസ് ആൻഡ് ഹാൻസ് ഇറ്റ്സ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ നമ്മൾ അത്രയും വലിയൊരു ഫോഴ്സ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഫോർജിങ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ എന്തായിരിക്കും, അതിൻ്റെ ഒരു ഗ്രെയിൻ സ്ട്രക്ചറും അതുപോലെ തന്നെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിലൊക്കെ എന്ത് ചെയ്യുക, നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ നല്ലൊരു റിഫൈൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഫോർജിങ് സ്ട്രെങ്തൻ ദ കമ്പോണൻറ്റ് ആൻഡ് ഇറ്റ് ക്യാൻ വിസ്റ്റാൻഡ് അൺപ്രഡിക്റ്റബിൾ ലോഡ്സ്. ഓക്കെ, അപ്പോൾ ഫോർജിങ് എന്തായിരിക്കും, ആ ഒരു കമ്പോണൻറ്റിനെ മാക്സിമം സ്ട്രെങ്തനിങ് ചെയ്യും, അല്ലെങ്കിൽ സ്ട്രെങ്ത് കൂട്ടാൻ സഹായിക്കും. സോ എന്ത് ചെയ്യും, അതിന് വിസ്റ്റാൻഡ് അൺപ്രഡിക്റ്റബിൾ ലോഡ്സ്, ആ ഒരു നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന ലോഡ്സ് എന്താ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും ആ ഒരു ഫോർജ്ഡ് കമ്പോണൻസിനുണ്ടായിരിക്കും. മിനിമം വെയിറ്റ് പെർ സ്ട്രെങ്ത് ആൻഡ് ബെറ്റർ റെസിസ്റ്റൻസ് ടു ഷോക്ക്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് ടു ഷോക്കാണ്, ഒരു ഷോക്ക് ഫോഴ്സ് ഒക്കെ വരുന്ന സമയത്ത് അതിന് മാക്സിമം റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. അതുപോലെ കുറഞ്ഞ വെയിറ്റിൽ തന്നെ നല്ല സ്ട്രെങ്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. 5ാമത്തെ പോയിന്റ് നോക്കുക, സുപ്പീരിയർ സർഫസ് ഫിനിഷ് ആൻഡ് മെഷീനിങ് ക്വാളിറ്റീസ്. അപ്പം സർഫസ് ഫിനിഷും അതുപോലെ തന്നെ മെഷീനിങ് ക്വാളിറ്റീസൊക്കെ വളരെ കൂടുതലായിരിക്കും ഫോർജ്ഡ് കമ്പോണൻസിലുണ്ടായിരിക്കുക. അതുപോലെ ക്ലോസ് ടോളറൻസ് ക്യാൻ ബി മെയിൻറ്റെയിൻഡ്. എന്ത് ചെയ്യാം, ക്ലോസ് ടോളറൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഫോർജിങ്സ് ആർ ഈസിലി വെൽഡഡ്. അതുപോലെ ഫോർജിങ് നമുക്ക് ഈസി ആയിട്ട് വെൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമുക്ക് നമ്മുടെ ഫോർജിങ്ങിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈസി ആയിട്ടുള്ള പോയിൻറ്റ്സാണ്, നിങ്ങൾ വീണ്ടും ഒന്ന് വായിച്ച് നോക്കുക, അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ പോയിൻറ്റ്സാണ്. ഓക്കെ, അതുപോലെ അതിൻ്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് പറയുന്നത് എന്താ വെച്ചാൽ, ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് ഡൈസ് ആൻഡ് ഇറ്റ്സ് മെയിൻ്റനൻസ് കോസ്റ്റ് ഈസ് ഹൈ. നമ്മളിവിടെ ഡൈയും യൂസ് ചെയ്യും. ഓക്കെ, ഡൈയും പഞ്ചും നമ്മൾ യൂസ് ചെയ്യും നമ്മൾ ഫോർജിങ്ങിന്. അപ്പോൾ ഡൈൻ്റെയും പഞ്ചിൻ്റെ ഒക്കെ മെയിൻ്റനൻസും അതുപോലെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അത് നമുക്ക് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയാൻ പറ്റും. പിന്നെ ഇൻ ഹോട്ട് ഫോർജിങ് ഡ്യൂ ടു റാപ്പിഡ് ഓക്സിഡേഷൻ ഓർ സ്കെയിലിംഗ് ഓഫ് ദ സർഫസ് പുവർ സർഫസ് ഫിനിഷ് ഈസ് ഒബ്റ്റൈൻഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹോട്ട് ഫോർജിങ് ആകുമ്പോൾ, അല്ലെ ഹോട്ട് ഫോർജിങ് നമ്മൾ ചൂടാക്കിയിട്ടാണ് ഫോർജിങ് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു റാപ്പിഡ് ആയിട്ടുള്ള ഓക്സിഡേഷനും അല്ലെങ്കിൽ ഒരു സ്കെയിൽ ഫോർമേഷനും ഉണ്ടാകും. അത് കാരണം എന്തായിരിക്കും, സർഫസ് ഫിനിഷ് കുറച്ച് പുവറാവാൻ അല്ലെങ്കിൽ കുറയാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. ഓക്കെ, 3rd പോയിന്റ്, ഫോർജിങ് ഓപ്പറേഷൻ ഈസ് ലിമിറ്റഡ് ടു സിമ്പിൾ ഷേപ്സ് ആൻഡ് ഹാസ് ലിമിറ്റേഷൻസ് ഫോർ പാർട്സ് ഹാവിങ് അണ്ടർ കട്ട്സ് റീ എൻട്രൻ സർഫസസ് എക്സെട്ര. അപ്പോൾ ഫോർജിങ് ഓപ്പറേഷൻ്റെ ലിമിറ്റേഷൻ പറയുന്നത് എന്താണ്, സിമ്പിൾ ഷേപ്പാണ് ഉണ്ടാക്കാൻ പറ്റുക. അതായത് ഒരു പാർട്ടിന് ഒരു പ്രൊഡക്റ്റിൻ്റെ ഇപ്പോൾ ഉള്ളിലേക്ക് വരുന്ന കട്ടിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡിസൈനിലൊക്കെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും, നമുക്ക് അത് ഫോർജ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ സ്കിൽഡ് ലേബറുടെ ആവശ്യം നിർബന്ധമാണ്, അല്ലേ. അബ്സല്യൂട്ട് നീഡ് ഫോർ സ്കിൽഡ് ലേബർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക്
അത്രത്തോളം പെർഫെക്റ്റായിട്ട് നമുക്ക് ഫോർജിങ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ലിമിറ്റേഷൻസ് ഓഫ് ഫോർജിങ്ങും അഡ്വാൻറ്റേജസ് ഓഫ് ഫോർജിങ് നമ്മൾ മനസ്സിലാക്കി, അതുപോലെ ഫോർജിങ്ങിൻ്റെ ഡെഫിനിഷൻ മനസ്സിലാക്കി, അതുപോലെ മെഷീൻ ഫോർജിങ്ങിനെ കുറിച്ച് പറഞ്ഞു, ഹാൻഡ് ഫോർജിങ്ങിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ ഫോർജിങ്ങിന് അല്ലെങ്കിൽ ചെയ്തു പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്ന സാധാരണ നമ്മൾ കേട്ട് പരിചയമുള്ള നമ്മുടെ മെഷീൻ പാർട്സിനെ കുറിച്ചും ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് ഓപ്പൺ ഡൈ ഫോർജിങ്. ഓക്കെ, ഓപ്പൺ ഡൈ ഫോർജിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ ക്ലോസ്ഡ് ഡൈ ഫോർജിങ്ങും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേര് പോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഡെഫിനിഷൻ നോക്കാം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സ്മിത്ത് ഡൈ ഫോർജിങ് ഓർ ഫ്ലാറ്റ് ഡൈ ഫോർജിങ്. ഓക്കെ, ഓപ്പൺ ഡൈ ഫോർജിങ്ങിൻ്റെ മറ്റ് രണ്ട് പേരുകളാണ് സ്മിത്ത് ഡൈ ഫോർജിങ്ങും അതുപോലെ തന്നെ ഫ്ലാറ്റ് ഡൈ ഫോർജിങ്. അതിൽ ഓപ്പൺ ഫോർജിങ്ങിൽ അല്ലെങ്കിൽ ഓപ്പൺ ഡൈ ഫോർജിങ് മേ ബി ഫർദർ സബ് ഡിവൈഡ് ഇൻറ്റു ഹാൻഡ് ഫോർജിങ്, ഹാമർ ഫോർജിങ്, പ്രസ് ഫോർജിങ്. ഓക്കെ, മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് ഫോർജിങ് ഉണ്ട്, ഹാമർ ഫോർജിങ് ഉണ്ട്, പ്രസ് ഫോർജിങ് ഉണ്ട്. അതിൽ ഹാൻഡ് ഫോർജിങ് എന്ന് പറഞ്ഞാൽ ഫോർജിങ് ഡൺ ബൈ എന്തായിരിക്കും? ഹാൻഡ് ആയിരിക്കും. അപ്പോൾ ഫോർജിങ് ഡൺ ബൈ ഹാൻഡ് ഓൺ ആൻവിൽ എന്ന് പറയുന്നുണ്ട്. ആൻവിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വർക്ക്ഷോപ്പിലൊക്കെ ഈ ഒരു ഷേപ്പിലുള്ള ഇങ്ങനെയുള്ള ഷേപ്പിലുള്ള ഒരു എന്താ പറയുക നമ്മൾ ഫോർജ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു എന്താ പറയുക മെറ്റീരിയൽ നമ്മൾ ഇതിൻ്റെ മാനേജിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ ഹാമറിങ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് ഒരു സപ്പോർട്ടിങ് മെമ്പറാണ് നമ്മുടെ ആൻവിൽ എന്ന് പറയുന്നത്. അതുപോലെ ഹാമർ ഫോർജിങ് ആകുമ്പോൾ എന്തായിരിക്കും? ഫോർജിങ് ഡൺ ബൈ യൂസിങ് പവർ ഹാമേഴ്സ്. പവർ ഹാമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇലക്ട്രിക് പവറൊക്കെ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഹാമറായിരിക്കും പവർ ഹാമേഴ്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതാണ് ഹാമർ ഫോർജിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മൂന്നാമത്തെയാണ് പ്രസ് ഫോർജിങ്. അതായത് ഫോർജിങ് ഡൺ ബൈ യൂസിങ് പവർ പ്രസ്. അപ്പോൾ പവർ പ്രസ് ഉപയോഗിച്ച് ചെയ്യുന്ന ഫോർജിങ് ആണ് പ്രസ് ഫോർജിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഓപ്പൺ ഡൈ ഫോർജിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷൻസാണ് മനസ്സിലാക്കി വെക്കുക. ഓപ്പൺ ഡൈ ഫോർജിങ് മനസ്സിലാക്കാനായിട്ട് അതിൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഓപ്പൺ ഡൈ ഫോർജിങ്. അതായത് ദ ഷേപ്സ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ബൈ ഓപ്പൺ ഡൈ ഫോർജിങ് ആർ ബാറ്, സ്ലാബ്, ബില്ലറ്റ്സ് വിത്ത് റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ സർക്കുലർ, ഹെക്സഗണൽ അല്ലെങ്കിൽ ഒക്ടഗണൽ ക്രോസ് സെക്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, അതുപോലെ പ്ലേസിങ് എ സോളിഡ് സിലിണ്ടറിക്കൽ വർക്ക് പീസ് ബിറ്റ്വീൻ ടു ഫ്ലാറ്റ് ഡൈസ് ആൻഡ് റെഡ്യൂസിങ് ഇറ്റ്സ് ഹൈറ്റ് ബൈ കംപ്രസിങ് ഇറ്റ്. ഇത് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട പോയിന്റ് ഇതാണ്. പ്ലേസിങ് എ സോളിഡ് സിലിണ്ടർ വർക്ക് പീസ് ബിറ്റ്വീൻ ടു ഫ്ലാറ്റ് ഡൈസ്. ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ് ഓപ്പൺ ഡൈ ഫോർജിങ്ങിൻ്റെ മനസ്സിലാക്കാനായിട്ട്. രണ്ട് ഫ്ലാറ്റ് ഡൈസിനടക്കായിരിക്കും എന്ത് ചെയ്യുക നമ്മൾ ആ ഒരു വർക്ക് പീസ് പ്ലേസ് ചെയ്യുക. അതാണ് നമ്മുടെ ഡൈ. ഇത് നമ്മുടെ ഡൈ ആണ്. ഓക്കെ, ഇതും നമ്മുടെ ഡൈ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ ഒരു സർഫസ് ഇതാണ് ഉദ്ദേശിക്കുന്നത്, ഫ്ലാറ്റ് സർഫസ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഫ്ലാറ്റ് ഡൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സർഫസാണ് ഫ്ലാറ്റ് ഡൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ത് ചെയ്യണം? നമ്മൾ ഇവിടുന്നും ഒരു ഫോഴ്സ് കൊടുക്കും, ഇവിടുന്നും ഫോഴ്സ് കൊടുക്കും, ഇവിടുന്നും ഫോഴ്സ് കൊടുക്കും. അപ്പോൾ എന്തായിരിക്കും? അത് കംപ്രസ് ആവുന്ന സമയത്ത് ഇതിൻ്റെ ഹൈറ്റ് എന്ത് ചെയ്യും? ഹൈറ്റ് ചുരുങ്ങി വരും. അങ്ങനെ എന്താവും? ഈ കാണുന്ന പോലെ ഹൈറ്റ് ചുരുങ്ങിയിട്ട്, പക്ഷേ എന്ത് ചെയ്യും? ഹൈറ്റ് കുറയുന്നതനുസരിച്ച് അതിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ ആ ഒരു വിഡ്ത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും? ഇൻക്രീസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേര് നമ്മൾ വിളിക്കും. ആ പേരാണ് അപ്സെറ്റിംഗ് എന്ന് പറയാം. നമ്മൾ നോക്കാം, ആ പ്രോസസ്സിൻ്റെ പേരാണ് അപ്സെറ്റിംഗ്. അപ്സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് കുറച്ചുകൊണ്ട് വിഡ്ത്ത് അല്ലെങ്കിൽ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യുന്ന ഇതുപോലത്തെ പ്രോസസ്സാണ് അപ്സെറ്റിംഗ് എന്ന് പറയുന്നത്. ഇതാണ് ഇനീഷ്യൽ കണ്ടീഷൻ. നമ്മൾ ഇവിടുന്ന് ഫോഴ്സ് കൊടുത്താൽ അത് കംപ്രസ് ആകുമ്പോൾ അതിൻ്റെ വിഡ്ത്ത് അല്ലെങ്കിൽ ഡയമീറ്റർ കൂടും, പക്ഷേ ലെങ്ത്ത് എന്ത് ചെയ്യും? ലെങ്ത്ത് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ പ്രോസസ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് അപ്സെറ്റിംഗ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലൊക്കെ ചോദിക്കാറുണ്ടെന്നാണ് അപ്സെറ്റിംഗ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്പൺ ഡൈ ഫോർജിങ് മനസ്സിലാക്കാൻ ഓർക്കേണ്ട കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന ഡൈ എന്തായിരിക്കും? ഡൈയിൻ്റെ ഈ ഒരു ഷേപ്പ് എന്തായിരിക്കും? ഇവിടെ ഫ്ലാറ്റ് ഷേപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇതാണ് ഓപ്പൺ ഡൈ ഫോർജിങ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ചോദിക്കാറുള്ളതാണ് എന്താണ് ഓപ്പൺ ഡൈ ഫോർജിങ് എന്നൊക്കെ. നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ഫിഗർ വരച്ച് നമുക്ക് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ കഴിയണം. ഓക്കെ, ഇനി രണ്ടാമത്തെയാണ് നമ്മുടെ ക്ലോസ്ഡ് ഡൈ ഫോർജിങ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇതാണ് ക്ലോസ്ഡ് ഡൈ ഫോർജിങ്ങിൻ്റെ ഫിഗർ വരുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഇൻ ക്ലോസ്ഡ് ഡൈ ഫോർജിങ് cavities or impressions are cut in the die block. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന. അപ്പോൾ നോക്കുക, ഇതാണ് നമ്മുടെ വർക്ക് പീസ്. എന്താക്കി മാറ്റാണ്? ഈ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ആ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഡൈയിൻ്റെ മേലെ അല്ലേ, ഡൈയിൻ്റെ ഷേപ്പ് വേണം അല്ലേ. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ഷേപ്പിലേക്ക് നമ്മൾ മാറ്റണമെങ്കിൽ ആ ഷേപ്പ് ഡൈയിൻ്റെ മേലെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഡൈയിൻ്റെ മേലെ ഫ്ലാറ്റ് അല്ലാണ്ട് ആ ഒരു ഇംപ്രഷൻസ് കട്ട് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ഫോർജിങ് ആണ് ക്ലോസ്ഡ് ഡൈ ഫോർജിങ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അവരുടെ ഡെഫിനിഷൻ നോക്കുക. ഇൻ ക്ലോസ്ഡ് ഡൈ ഫോർജിങ് കാവിറ്റീസ് ഓർ ഇംപ്രഷൻ. കാവിറ്റി എന്ന് പറയുന്നതാണ് കാവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാവിറ്റീസ് അല്ലെങ്കിൽ ഇംപ്രഷൻസ് ആർ കട്ട് ഇൻ ദ ഡൈ ബ്ലോക്ക് ഇൻ വിച്ച്
ദ മെറ്റൽ ഈസ് ഫോഴ്സ്ഡ് ടു ടേക്ക് ഇറ്റ്സ് ഫൈനൽ ഷേപ്പ് ആൻഡ് ഡയമെൻഷൻസ്. എന്ത് ചെയ്യും, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇവിടുന്ന് പ്രസ് ചെയ്യും, എന്തായിരിക്കുമ്പോൾ കംപ്രസ് ആവുന്ന സമയത്ത് ഫൈനൽ എന്ത് ചെയ്യും, ആ ഒരു ഡൈയിൻ്റെ ഷേപ്പിലേക്ക് ഇത് മാറിക്കഴിയും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഡൈയിൻ്റെ സർഫസ് ഫ്ലാറ്റ് അല്ലാണ്ട് എന്ത് ചെയ്യാണ്, ആ ഒരു ക്യാവിറ്റീൻ്റെ അല്ലെങ്കിൽ ഇംപ്രഷൻ്റെ ഷേപ്പ് എന്ത് ചെയ്യുക, ഡൈയിൻ്റെ മേലെ കട്ട് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഫോർജിങ് ആണ് നമ്മുടെ ക്ലോസ്ഡ് ഡൈ ഫോർജിങ് എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഫോർജ്ഡ് ഷേപ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ ലാർജ് ക്വാണ്ടിറ്റീസിൽ എന്ത് ചെയ്യുക, ഫോർജിങ് ചെയ്യാൻ നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. 2 dies are brought together and the workpiece undergoes plastic deformation until its another sides touch the side wall for the die. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ഡെഫിനിഷനാണ് കൊടുത്തുള്ളത്. പറഞ്ഞ പോലെ ഇതാണ്, ഇതൊരു പ്രോസസ്സാണ് നമ്മുടെ ക്ലോസ്ഡ് ഡൈ ഫോർജിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്പൺ ഡൈ ഫോർജിങ്ങും അതുപോലെ തന്നെ ക്ലോസ്ഡ് ഡൈ ഫോർജിങ്ങും പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലായി കാണും. നമുക്ക് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഫിഗർ നോക്കുക. ഈ കാണുന്ന നമ്മുടെ ഓപ്പൺ ഡൈ ഫോർജിങ്, അതായത് ഈ കാണുന്ന ഒരു വർക്ക് പീസിനെ ഫ്ലാറ്റ് ഫേസുള്ള ഡൈ വെച്ച് നമ്മൾ ഇവിടുന്ന് കംപ്രസ് ചെയ്യും. ഷേപ്പ് മാറി വരുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഷേപ്പ് മാറി വീണ്ടും കംപ്രസ് ചെയ്യുമ്പോൾ ഷേപ്പ് മാറി. ഇതാണ് നമ്മുടെ ഓപ്പൺ ഡൈ ഫോർജിങ്. എന്നാൽ താഴത്തെ ഫിഗർ നോക്കുക, കാണുന്ന പോലെ ഉണ്ടോ, ഡൈൻ്റെ ഷേപ്പ് ഇംപ്രഷൻസ് അതിൻ്റെ മേലുണ്ട്, ഇതിൻ്റെ ഇംപ്രഷൻ അതിൻ്റെ മേലുണ്ട്, ഇവിടെ ഫ്ലാറ്റ് അല്ല അല്ലേ. അപ്പോൾ ആ ഇംപ്രഷൻ എന്ത് ചെയ്യും, ഫൈനൽ ഷേപ്പിലേക്ക് മാറുമ്പോൾ ഇവിടെ വരുന്ന പോലെ ഈ ഷേപ്പിലേക്ക് കൺവേർട്ട് ആവും. അതാണ് നമ്മുടെ ക്ലോസ്ഡ് ഡൈ ഫോർജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഓപ്പൺ ഡൈ ഫോർജിങ്ങിൻ്റെത് ഈ ഫിഗറും പഠിച്ചു വെക്കാം, ക്ലോസ് ഡൈ ഫോർജിങ്ങിൻ്റെ ഈ ഫിഗറും പഠിച്ചു വെച്ചാൽ മതി. പിന്നെ ഡെഫിനേഷൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് 7 മാർക്കിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, 7 മാർക്കിൻ്റെ ക്വസ്റ്റനൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ചോദിക്കാറുള്ളതാണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒരിക്കലും സ്കിപ്പാക്കാൻ പാടില്ല ഈ ഒരു ടോപ്പിക്ക്. ഓക്കെ, അടുത്ത് നമ്മുടെ ഫോർജിങ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിങ് ടൂളാണ് നമ്മുടെ ആൻവിൽ എന്ന് പറയുന്നത്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന, ഞാൻ നേരത്തെ ജസ്റ്റ് വരച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇതാണ് നമ്മുടെ ആൻവിൽ എന്ന് പറയുന്ന ആ ഒരു സപ്പോർട്ടിങ് ടൂള്. പിന്നെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് ഫേസ്, ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു വർക്ക് പീസ് വെക്കുന്ന സ്ഥലമാണ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ അതിൻ്റെ അടുത്തൊരു ഭാഗം ഹോൺ അല്ലെങ്കിൽ ബീക്ക് എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഹോൺ അല്ലെങ്കിൽ ബീക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് റൗണ്ട് ഷേപ്പിലൊക്കെ ഫോം ചെയ്യാനുള്ളൊരു ഭാഗമാണ് ഹോൺ അല്ലെങ്കിൽ ബീക്ക് എന്ന് പറയുന്നൊരു മെമ്പർ. പിന്നെ ഒരു 2 ഹോളുണ്ട്, ഹർഡി ഹോളും ഉണ്ട്, പിച്ചൽ ഹോളും ഉണ്ട്. അപ്പോൾ നമുക്ക് ചില മെറ്റീരിയലൊക്കെ എന്തായാലും ചില വർക്ക് പീസുകൾ എന്തായിരിക്കും നമുക്കിങ്ങനെ അതിനകത്തേക്ക് ഇറക്കി വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോൾഡ് വെക്കാൻ പറ്റും. ആ 2 ഹോൾസ് കൊടുത്തുള്ളത്. ഇതിൻ്റെ എൻഡിൻ്റെ പേര്, ഈ എൻഡിൽ വരുന്ന ഭാഗത്തിൻ്റെ പേര് ടെയിലാണ്. പിന്നെ ഇവിടെ വരുന്ന മൊത്തം ഭാഗത്തിന് നമുക്ക് ബോഡി എന്ന് വിളിക്കാം. പിന്നെ ഏറ്റവും താഴെ വരുന്ന മെമ്പർ നമ്മുടെ ബേസാണ്. ഓക്കെ, ബേസും ബോഡി, ടെയില്, ഫേസ്, ഹർഡി ഹോളും പിച്ചൽ ഹോളും, പിന്നെ ഹോൺ അല്ലെങ്കിൽ ബീക്ക്. ഓക്കെ, അതുപോലെ ചിപ്പിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒക്കെ സപ്പോർട്ടിംഗ് മെമ്പർ തന്നെയാണ്, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി, ടൂളിൻ്റെ ഉപയോഗം മനസ്സിലാക്കി വെക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സപ്പോർട്ടിംഗ് ദ വർക്ക് വൈൽ ഹാമറിംഗ് ആൻഡ് ഇറ്റ്സ് കൺസ്ട്രക്ഷൻ ഹെൽപ്സ് ഇൻ ഡൂയിങ് അതർ ഫോർജിങ് ഓപ്പറേഷൻ സക്സസ്ഫുള്ളി. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ആൻവിൽ എന്ന് പറഞ്ഞ ഒരു സപ്പോർട്ടിംഗ് മെമ്പറാണ്, വർക്ക് പീസിനെ സപ്പോർട്ട് ചെയ്യാനുള്ള മെമ്പറാണ് ഫോർജിങ് ഓപ്പറേഷനിൽ. അത്രയും മനസ്സിലാക്കുക. ഇറ്റ്സ് ബോഡി ഈസ് ജനറലി മെയ്ഡ് ഓഫ് കാസ്റ്റ് സ്റ്റീൽ. അപ്പോൾ ഇതിൻ്റെ ബോഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക കാസ്റ്റ് സ്റ്റീലിനെ കൊണ്ട്, അല്ലെങ്കിൽ റോട്ട എണ്ണ കൊണ്ടോ, അല്ലെങ്കിൽ MS അല്ലെങ്കിൽ മഡീസ്റ്റീലിനെ കൊണ്ടായിരിക്കും. പ്രൊവൈഡ് വിത്ത് എ ഹാർഡൻഡ് ടോപ്പ് അബൌട്ട് 20 to 25 മതി. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, വേണമെങ്കിൽ മെറ്റീരിയൽ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക, ചിലപ്പോൾ 1 മാർക്കിന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം. ഓക്കെ, പ്രധാന പോയിൻ്റ് ആനുവലിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സപ്പോർട്ടിംഗ് ദ വർക്ക് വൈൽ ഹാമറിംഗ് ആൻഡ് ഇറ്റ്സ് കൺസ്ട്രക്ഷൻ ഹെൽപ്സ് ഇൻ ഡൂയിങ് അതർ ഫോർജിങ് ഓപ്പറേഷൻ സക്സസ്ഫുള്ളി. അപ്പോൾ നമ്മൾ ഫോർജിങ് ഓപ്പറേഷൻ സമയത്ത് ആ വർക്ക് പീസിനെ സപ്പോർട്ട് ചെയ്യാനുള്ള, ഹാമറിംഗ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യാനുള്ള ഭാഗമാണ് ആൻവിൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്തൊരു ടൂളാണ്, അല്ലെങ്കിൽ നമ്മൾ ഫോർജിങ്ങിൽ യൂസ് ചെയ്യുന്നൊരു ഭാഗമാണ് സ്വേജ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്ക്വയറിംഗ്, സൈസിങ്, ഹെഡിങ്, ബെൻഡിങ് ആൻഡ് ഫോമിങ് ഓപ്പറേഷൻസ്. ഇതിനകത്ത് കുറേ ഹോൾസില്ല, പല സൈസിലുള്ള ഹോളുകൾ, പല ഷേപ്പിലുള്ള ഹോളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ പല ഷേപ്പിലുള്ള ഹെഡുകളുണ്ട്. അപ്പോൾ നമുക്കൊരു ബോൾട്ടിൻ്റെ ഹെഡ് നമുക്കൊരു സാധാരണ ഹെക്സാൺ ഷേപ്പൊക്കെയാണ് ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്ക്വയർ ഷേപ്പോ, അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിൾ ഷേപ്പോ, അല്ലെങ്കിൽ സർക്കുലർ ഷേപ്പിലൊക്കെ ഉള്ള സിലിണ്ടറിക്കൽ ഷേപ്പിലൊക്കെ ഹെഡുകൾ ഉണ്ടാക്കണം വിചാരിക്കുക, അല്ലെങ്കിൽ ആ ഷേപ്പിലേക്ക് നമുക്ക് മാറ്റണം വിചാരിക്കാം.
അതിൻ്റെ എൻഡിൽ നോക്കുക, ഇവിടെയൊക്കെ കുറേ എഡ്ജിലൊക്കെ ഓരോരോ ഷേപ്പുകളുണ്ട്, ഇവിടെയൊക്കെ ഓരോ ഷേപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ആ ഒരു ഫോമിങ് ഓപ്പറേഷനാണ്. ഫോമിങ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു വർക്ക് പീസിൽ എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യം പോലെ അതിന് സൈസിങ് ചെയ്യാനോ അല്ലെങ്കിൽ സ്ക്വയറിങ് ചെയ്യാനോ ഹെഡിങ് ചെയ്യാനോ അല്ലെങ്കിൽ ബെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഫോം ചെയ്യാനൊക്കെ ഉള്ള ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടൂളാണ് നമ്മുടെ സ്വേജ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇതും നേരത്തെ പറഞ്ഞ പോലെ കാസ്റ്റ് സ്റ്റീൽ അല്ലെങ്കിൽ കാസ്റ്റ് അയൺ കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും എന്ന കാര്യം ഓർത്ത് വെക്കുക. ചിലപ്പോൾ സാധാരണ 3 മാർക്കും ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ 1 മാർക്കും ചോദിക്കുമ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഫംഗ്ഷൻ, ഇതിൻ്റെ ഉപയോഗം ചോദിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം പറയാൻ പറ്റണം. ഓക്കെ, ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്ത് ടോങ്സ് ആണ്. ടോങ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഹോൾഡിംഗ് മെമ്പറാണ് അല്ലെങ്കിൽ ഒരു ഹോൾഡിംഗ് ടൂളാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ടോങ്സ് പറഞ്ഞാൽ നമ്മൾ ഫോർജിങ്ങിന് വേണ്ടി ഫോർജിങ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഹോൾഡിംഗ് ടൂളാണ് ടോങ്സ് എന്ന് പറഞ്ഞാൽ. അതായത് ഈ ഫിഗറിൽ കാണുന്ന പോലെ ഇതാണ് നമ്മുടെ ടോങ്സ്. നമുക്ക് വർക്ക് പീസിന് ചൂടുള്ള വർക്കില്ല, നമ്മളൊരു ഫോർജിങ്ങിലാകുമ്പോൾ നമ്മൾ ചൂടാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ചൂടുള്ള ആ വർക്ക് പീസിന് നമുക്ക് ഇവിടെ വെച്ച് എന്ത് ചെയ്യാം, ഹോൾഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെ ഓരോ ഷേപ്പിലുള്ള വർക്ക് പീസിന് അല്ലെങ്കിൽ വർക്ക് പീസിൻ്റെ ഓരോ ഭാഗങ്ങളും എന്ത് ചെയ്യാം, നമുക്ക് ഇതേപോലത്തെ വ്യത്യസ്ത 5 തരത്തിലുള്ള ഹോൾഡിംഗ് ടൂളായിട്ടുള്ള ടോങ്സ് ഉപയോഗിച്ച് നമുക്ക് എന്ത് പറ്റും, ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇതിൽ 5 ടൈപ്പ് പറയുന്നുണ്ട്. ലാസ്റ്റ് നോക്കുക. ടോങ്സ് എന്ന് പറഞ്ഞാൽ ടോങ്സ് ആർ ഹോൾഡിംഗ് ടൂൾസ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഹാൻഡ്ലിംഗ് ഹോട്ട് മെറ്റൽ. ഇപ്പോൾ ഹോട്ട് മെറ്റൽ അല്ലെങ്കിൽ ഹോട്ട് വർക്ക് പീസ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് ടോങ്സ്. അതിൽ വരുന്നത് ഫസ്റ്റ് വണ്ണാണ് ഫ്ലാറ്റ് ടോങ്സ്, ക്ലോസ്ഡ് മൗത്ത്, യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് തിൻ സെക്ഷൻസ് ആൻഡ് സ്മോൾ ഫ്ലാറ്റ് പീസസ്. ഓക്കെ, ഇപ്പോൾ ഫ്ലാറ്റ് ടോങ്സ് എവിടെ യൂസ് ചെയ്യുക, തിൻ സെക്ഷൻസ് അല്ലെങ്കിൽ സ്മോൾ ഫ്ലാറ്റ് പീസ് ഹോൾഡ് ചെയ്യാം. അതാണ് ഫ്ലാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ 2 ഫ്ലാറ്റായി നിൽക്കുന്നുണ്ടായിരിക്കും. ആ ഒരു കട്ട് മെമ്പർ എന്തായിരിക്കും, ആ ഒരു ഹോൾഡ് ചെയ്യുന്ന ഭാഗം 2 ഫ്ലാറ്റ് ഷേപ്പിലായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക. അതാണ് നമ്മുടെ ആ ഒരു ഫ്ലാറ്റ് ഫേസ് ഉള്ള ആ ഒരു ടോങ്സ് ഉദ്ദേശിക്കുന്നത്. ഫ്ലാറ്റ് ടോങ്സ്, ക്ലോസ്ഡ് മൗത്ത്. രണ്ടാമത്തെ നോക്കുക, ഫ്ലാറ്റ് ടോങ്സ് ഓപ്പൺ മൗത്ത്, സൂട്ടബിൾ ഫോർ ഹോൾഡിംഗ് ഹെവിയർ സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ വരച്ച പോലെ ഇതാണ് ഓപ്പൺ മൗത്ത്, ഇത് ക്ലോസ്ഡ് മൗത്താണ്. അല്ല, ക്ലോസ്ഡ് ആകുമ്പോൾ തിന്നായിട്ടുള്ള വർക്ക് പീസ് ആകുമ്പോൾ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ക്ലോസ്ഡ് ആകുമ്പോൾ എന്തായിരിക്കും, ഓപ്പൺ ആകുമ്പോൾ എന്തായിരിക്കും, കുറച്ചും കൂടെ അവിടെ ഗ്യാപ്പ് ഉണ്ട്. ഓൾറെഡി അല്ല നമ്മൾ ഫുള്ളായിട്ട് ഇവിടെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചാൽ എന്തായിരിക്കും, ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചാൽ എന്തായിരിക്കും, ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. സോ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള ഇവിടെ പറഞ്ഞ പോലെ സൂട്ടബിൾ ഫോർ ഹോൾഡിംഗ് ഹെവിയർ സ്റ്റോക്ക് അല്ലെങ്കിൽ ഹെവിയർ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാൻ നമുക്ക് ആ ഒരു ഓപ്പൺ മൗത്തുള്ള ഒരു ഫ്ലാറ്റ് ടോങ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി മൂന്നാമത്തെ റൗണ്ട് ഹോളോ ടോങ്സ് ആണ്, യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് റൗണ്ട് അല്ലെങ്കിൽ ഹെക്സഗണൽ അല്ലെങ്കിൽ ഒക്ടഗണൽ സെക്ഷൻ. ഓക്കെ, അപ്പോൾ റൗണ്ട് ഹോളോ ടോങ്സ് എന്ന് പറയുമ്പോൾ ഇതാണ് റൗണ്ട് ഹോളോ ടോങ്സ്. ഓക്കെ, അപ്പോൾ ഹെക്സഗണൽ ഷേപ്പുള്ളതോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പുള്ളതോ അല്ലെങ്കിൽ ഒക്ടഗണൽ ഷേപ്പുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് നമുക്കിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതാണ് നമ്മുടെ ഹോളോ അല്ലെങ്കിൽ റൗണ്ട് ടോങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ സ്ക്വയർ ഹോളോ ടോങ്സ് ആണ്, യൂസ്ഡ് ഫോർ സ്ക്വയർ ഹെക്സഗണൽ അല്ലെങ്കിൽ ഒക്ടഗണൽ വർക്കാണ്. നമ്മൾ ആ ഷേപ്പ് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ ഷേപ്പ് ഉണ്ടോ, ഇങ്ങനെ ഈ ഷേപ്പാണ് വരുന്നത്. സോ എന്താ ചെയ്യുക, സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ അല്ലെങ്കിൽ നമ്മുടെ ഒക്ടഗണൽ അല്ലെങ്കിൽ ഹെക്സഗണൽ ഷേപ്പ് വർക്ക് പീസിനായിരിക്കും നമുക്ക് ആ ഒരു സ്ക്വയർ ഹോളോ ടോങ്സ് കൊണ്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് വൺ പിക്കപ്പ് ടോങ്സ് ആണ്, യൂസ്ഡ് ഫോർ പിക്കിംഗ് അപ്പ് റൗണ്ട് ബാർസ്. ഓക്കെ, ഇപ്പോൾ ഇതുപോലെ തന്നെ റൗണ്ട് ബാർസിന് പിക്കപ്പ് ചെയ്യാനുള്ള ഒരു ടോങ്ങാണ് നമ്മുടെ പിക്കപ്പ് ടോങ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, പിക്കപ്പ് ടോങ്. ഓക്കെ, ഇതൊന്നും നമുക്ക് എക്സാം പോയിൻ്റൊക്കെ ആവശ്യമുള്ളതാണ്. 3 മാർക്കിന് 1 മാർക്കിന് അല്ലെങ്കിൽ 7 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ടോങ്സ് ആയി. നമുക്ക് വരുന്നത് നമുക്ക് ഹാമേഴ്സാണ്. ഓക്കെ, ഹാമേഴ്സ് വരുന്നത് നമുക്ക് കുറേ ടൈപ്സ് ഓഫ് ഹാമേഴ്സ് വരുന്നുണ്ട്. ഇവിടെ കാണുന്ന പോലെ പല ഷേപ്പിലുള്ള പാർട്സ് ഓഫ് ഹാമറിൻ്റെ പല ഭാഗങ്ങൾ നമ്മൾ പിടിക്കാറുണ്ട്. പല ഷേപ്പിലുള്ള ഹാമേഴ്സ് ഉണ്ട്. ഓരോന്നിനും യൂസേജ് ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള കാര്യം നമുക്ക് ഈ ഒരു ഫോർജിങ്ങിൻ്റെ അടുത്ത പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ നമുക്ക് ചിസൽ വരുന്നുണ്ട്, ഫുള്ളേഴ്സ് വരുന്നുണ്ട്, കുറേ ടൂൾസ് വരുന്നുണ്ട്. അതൊക്കെ തന്നെ സാധാരണ നമ്മുടെ എക്സാം പോയിൻ്റൊക്കെ ചോദിക്കാറുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമുക്ക് 4ാമത്തെ മൊഡ്യൂളിൽ വരുന്നത്. ഓക്കെ, നമുക്ക് ആ ടൂൾസ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന അടുത്ത് നമ്മൾ നേരെ പ്രസ് വർക്കിംഗ് ഓപ്പറേഷനാണ്. അതിലും കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ നമുക്ക് മൊഡ്യൂൾ വൈൻഡപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, തൽക്കാലം നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.